സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്ന പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധാത്മാവ് എന്നുള്ളതായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ നമ്മളെല്ലാവരെയും സജീവമായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട പാംബ്ലാനി അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അതേ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഒട്ടനവധിയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതിൻ്റെ സംശയങ്ങൾ നമ്മൾ പറഞ്ഞു തീർന്നിരുന്നില്ല. വീണ്ടും ഈ എപ്പിസോഡിൽ പ്രേക്ഷകർ ഉന്നയിച്ചതും പ്രിയപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ സാറുമാർ ഉന്നയിച്ചതുമായിട്ടുള്ള സംശയങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഉത്തരങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ചേർത്തിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാർട്ടിൻ സാർ ചോദിക്കൂ. അച്ഛാ, എൻ്റെ സംശയം, വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് പല പ്രതീകങ്ങളിൽ അറിയപ്പെടുന്നു. അത് സാധാരണ വിശ്വാസികൾക്ക് ആത്മീയ തലത്തിൽ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. വ്യക്തമായ പരിശുദ്ധാത്മാവിൻ്റെ രൂപം എന്താണ്? ഈ പ്രതീകങ്ങളെ ഒന്ന് വിശദീകരിച്ച് തരാൻ കഴിയുമോ? വർഗീസ് സാറിന് എന്തോ ചോദ്യമുണ്ട്, അതിനോട് ചേർന്നതാണോ? അതിനോട് ചേർന്ന് തന്നെയാണ്. ഈ ആദിമസഭയിലെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വളരെ സജീവമായിരുന്നു. അത് ആളുകൾക്ക് അനുഭവേദ്യമായിരുന്നു. എന്നാൽ അതേ പരിശുദ്ധാത്മാവ് തന്നെയാണല്ലോ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് അത് കൂടുതൽ ആളുകളിലേക്ക് അത് അനുഭവേദ്യമായി തീരുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, പ്രതീകങ്ങളെ കുറിച്ചായിരുന്നു ആദ്യത്തെ ചോദ്യം. പരിശുദ്ധാരൂപിയുടെ പ്രതീകങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. പരിശുദ്ധാരൂപിയെ സൂചിപ്പിക്കുന്ന പല പ്രതീകങ്ങളും നമുക്കുണ്ട്. ഒന്ന് പ്രാവ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകം മാത്രമാണ്. പരിശുദ്ധാരൂപി പക്ഷിയല്ല. നിങ്ങൾ ഒരു പക്ഷിയെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടല്ലോ എന്ന് ട്രെയിനിൽ പോന്നപ്പോൾ എന്നോട് ഒരു അക്രൈസ്തവനായ വ്യക്തി ചോദിച്ചു, നിങ്ങളേതോ ഒരു പക്ഷിയെ ആരാധിക്കുന്നുണ്ടല്ലോ, ഏത് പക്ഷി? ഞാൻ വിചാരിച്ചു നമ്മുടെ കോഴിയായിരിക്കും, നമ്മുടെ ആളുകൾ കൂടുതലായി കോഴി തിന്നുന്നതിനെ ആയിരിക്കും ഇവിടെ ഉദ്ദേശിച്ചത്. കോഴിയല്ല, പ്രാവ് എന്ന് പറഞ്ഞൊരു പക്ഷി നിങ്ങൾക്ക് ദൈവമാണെന്ന് കേട്ടല്ലോ എന്ന്. അതല്ല, അതൊരു പ്രതീകമാണ്. ഏതാണ്? പ്രാവ് വിശുദ്ധിയുടെ പ്രതീകമാണ്, നിഷ്കളങ്കതയുടെ, നന്മയുടെ പ്രതീകമാണ്. അതുപോലെ പ്രാവ് തിരുസഭയോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പ്രതീകമാണ്. കാരണം എന്താണ്? പേടകത്തിൽ നിന്ന് നോഹ കാക്കയെ വിട്ടപ്പോൾ കാക്ക കണ്ടവണ്ടും കൊത്തി തിന്ന് അതിൻ്റെ വഴിക്ക് പോയി. പ്രാവിനെ വിട്ടപ്പോൾ അത് ഒലിവിൻ ചില്ലയെടുത്ത് തിരികെ പേടകത്തിലേക്ക് വന്നു. പേടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിയാണ് പ്രാവ് എന്ന് പറഞ്ഞാൽ ഈ പേടകം തിരുസഭയുടെ പ്രതീകമാണ്. സഭയോട് ഒരു വ്യക്തിയെ ബന്ധിപ്പിച്ച് നിർത്തുന്ന സത്യമാണ് പരിശുദ്ധാത്മാവ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പരിശുദ്ധാരൂപിയെ പ്രാവിൻ്റെ രൂപത്തിൽ, വിശുദ്ധിയുടെ, നിഷ്കളങ്കതയുടെ പ്രതീകം, സഭാത്മകതയുടെ പ്രതീകമാണ് പ്രാവ് എന്ന് പറയും. ഇനി മറ്റൊരു പ്രതീകമാണ് അഗ്നി. പരിശുദ്ധാരൂപിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കാരണം എന്താണ്? അഗ്നി ഒരു ഊർജമാണ്. അഗ്നിക്കുള്ള പ്രത്യേകത ഭാരതീയ ചിന്തയിൽ തന്നെ പറയുന്നുണ്ട്. ബാക്കിയെല്ലാം പഞ്ചഭൂതങ്ങളിൽ ബാക്കിയെല്ലാം സ്വയം മലിനമാക്കുന്നവയാണ്. മണ്ണും വെള്ളവും ഒക്കെ മലിനമാക്കാൻ പറ്റുന്നതാണ്. വായു, ആകാശം ഒക്കെ മലിനമാകും. പക്ഷേ അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കുമ്പോഴും സ്വയം അശുദ്ധമാകുന്നില്ല എന്നുള്ളതാണ് അഗ്നിയുടെ ഒരു പ്രത്യേകത എന്ന് നമുക്കറിയാം. ഇതേ സത്യം തന്നെയാണ് ബൈബിളിൻ്റെയും പിന്നാമ്പുറത്തുള്ളത്. ഇതൊരു ഭാരതീയ ചിന്തയായിരുന്നെങ്കിൽ അതേ സത്യം തന്നെ. പരിശുദ്ധാരൂപി എല്ലാറ്റിനെയും വിശുദ്ധീകരിക്കുന്നു, എല്ലാ അശുദ്ധിയെയും പരിശുദ്ധാരൂപി ഇല്ലാതാക്കുന്നു. അതേസമയം പരിശുദ്ധാത്മാവ് എപ്പോഴും പരിശുദ്ധിയുടെ ആത്മാവ് തന്നെയായി നിലകൊള്ളുന്നു. ആ അർത്ഥത്തിൽ വിശുദ്ധീകരിക്കുന്ന ഊർജം ആയി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഈ അഗ്നി. അതുപോലെ തന്നെ ജലവും വിശുദ്ധീകരണത്തിൻ്റെ വഴിയാണ്. വെള്ളത്തിൽ കഴുകിയാണ് പലതും ശുദ്ധീകരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾ മത്തി മേടിച്ചുകൊണ്ട് വന്നാൽ കഴുകുന്നത് എവിടെയാണ്? വെള്ളത്തിലാണ്. വെള്ളത്തിൽ കഴുകിയാണ് നമ്മളെല്ലാം ശുദ്ധീകരിച്ചെടുക്കുന്നത്. ആ ഒരു വിശുദ്ധീകരണ പ്രക്രിയയുണ്ട്. അതുപോലെ തന്നെ ജലം വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ജീവജലം. ഈശോ സമറിയാക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, നീ എനിക്ക് വെള്ളം തന്നാൽ ഞാൻ നിനക്ക് പകരം ജീവൻ്റെ ജലം തരാം അല്ലേ?
7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ ഇതേ സുവിശേഷകൻ പറയുന്നുണ്ട്. തിരുനാളിൻ്റെ അവസാന ദിവസം അവൻ ഉച്ചത്തിൽ എഴുന്നേറ്റ് നിന്ന് ഉദ്ഘോഷിച്ചു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എന്നൊരു സുവിശേഷം പറയും. 39-ാം വാക്യത്തിൽ പറയുക, അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് എന്ന് പറയും. അപ്പോൾ ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി ബൈബിളിൽ നമ്മൾ കാണുന്നു. അതിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുന്ന ആത്മാവ്, സ്നാനപ്പെടുത്തുന്ന ആത്മാവ്. വെള്ളത്തിലാണ് മുങ്ങി സ്നാനം സ്വീകരിക്കുന്നത് അല്ലേ? സ്നാനപ്പെടുത്തുന്ന ആത്മാവ്, കൂദാശകളുമായി നമ്മെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ആത്മാവ് എന്നൊക്കെയുള്ള അർത്ഥം സൂചിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ജലം എന്ന പ്രതീകം. അതുപോലെ തൈലം കൊണ്ട് പൂശുന്നതും പരിശുദ്ധാരൂപിയുടെ പ്രതീകമാണ്. അത് നമുക്കറിയാം. സ്ഥൈര്യലേപന കൂദാശയിൽ, മാമോദീസായിൽ ഒക്കെ ഈ തൈലാഭിഷേകമുണ്ട്. തൈലാഭിഷേകം വാസ്തവത്തിൽ സൂചിപ്പിക്കുന്നത് ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു എന്നതിൻ്റെ സൂചനയാണ്. ദാവീദിനെ സാമുവേൽ പ്രവാചകൻ തൈലമൊഴിച്ച് അഭിഷേകം ചെയ്തു. ഉടനെ അവൻ ആത്മാവിനാൽ നിറഞ്ഞു എന്നാണ് ബൈബിൾ പറയുക. അപ്പോൾ തൈലം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. ഇങ്ങനെ നമ്മൾ നോക്കിയ പരിശുദ്ധാരൂപിയെ വിശേഷിപ്പിക്കാൻ ഒത്തിരിയേറെ പ്രതീകങ്ങൾ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 3-4 ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പരിശുദ്ധാരൂപിയെ സൂചിപ്പിക്കാൻ ഒട്ടനവധി പ്രതീകങ്ങൾ സഭയിലുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ ചോദ്യം, പണ്ടൊക്കെ പരിശുദ്ധാരൂപി കുറച്ചുകൂടി ആക്റ്റീവായിരുന്നു, ഇപ്പോൾ കാര്യമായി ഇടപെടുന്നില്ല എന്നാണ് സാറിൻ്റെ ഒരു നിരീക്ഷണം അല്ലേ? പരിശുദ്ധാരൂപിക്ക് പ്രായമായി വയ്യാണ്ടായോ? അല്ല, പരിശുദ്ധാരൂപി എപ്പോഴും തിരുസഭയെ നിരന്തരമായി യൗവനയുക്തമായി നയിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരം സഭയെ നവീകരിക്കുന്ന ആത്മാവ്. സഭയിൽ പരിശുദ്ധാരൂപി ചെയ്യുന്ന പ്രവൃത്തി, ജോൺ 23-ാമൻ മാർപ്പാപ്പ പറഞ്ഞു, പരിശുദ്ധാരൂപി സഭയെ നിരന്തരം നവീകരിക്കുന്ന ആത്മാവാണ്. ഈ നവീകരണത്തിലൂടെ സഭയെ നിത്യ യൗവനത്തിലാക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാരൂപിയുടെ പ്രവൃത്തി പണ്ടത്തേതുപോലെ ഉണ്ട്. നമുക്ക് വേറെ തൊഴിലുകളും താല്പര്യങ്ങളും സ്വാർത്ഥതകളും ഒക്കെ കടന്നു വന്നതോടെ നമ്മളാരും പരിശുദ്ധാരൂപിയെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ വന്നു. പക്ഷെ ഒരു വിധത്തിൽ ചിന്തിച്ചാൽ കഴിഞ്ഞ സഹസ്രാബ്ദത്തിലേതിനേക്കാളും പരിശുദ്ധാരൂപിയോട് പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധാരൂപിയെ വിളിച്ചപേക്ഷിക്കുന്ന, പരിശുദ്ധാത്മ വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. ഒരുപക്ഷെ ആദിമസഭയിലെ അപ്പസ്തോലന്മാരുടെ അത്രയും ശക്തിയും തീഷ്ണതയും ഇല്ല എങ്കിലും സമാനമായ ഒരു ശ്ലൈഹിക സ്വഭാവത്തിൻ്റെ കുറവുണ്ടെങ്കിലും നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ, കൗൺസിലിങ്ങുകൾ, ധ്യാനപ്രസംഗങ്ങൾ, അതുപോലെ പ്രബോധനങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ഇവയൊക്കെയും ഇന്ന് മറ്റേതൊരു കാലഘട്ടത്തെക്കാളും സജീവമാണ്. അതുകൊണ്ട് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം കുറഞ്ഞുപോയി എന്ന് ചിന്തിക്കേണ്ടതില്ല. പരിശുദ്ധാരൂപി വളരെ തീക്ഷ്ണമായി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. താങ്ക് യു അച്ഛാ. സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രായമായ 1-2 അധ്യാപകരുണ്ട് അല്പമുള്ള. അവർക്ക് ഇതൊരു പുതിയ ഇക്വേഷനാണ് അച്ഛൻ പറഞ്ഞു തന്നത്. നിരന്തരം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ ആക്റ്റീവായി അവസാനം വരെ നിൽക്കാൻ വേണ്ടി സാധിക്കും. അവര് പ്രായമായി എന്നൊന്നും പറഞ്ഞാൽ അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവരൊക്കെ നവയൗവനം വന്ന് നാൾതോറും വളരുന്ന പ്രായമാണ് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാരൂപി ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ഒരു വ്യക്തി എപ്പോഴും സജീവനായിരിക്കും. അതുകൊണ്ട് പ്രായം കൂടിയെന്നൊക്കെ തോന്നലായി, വയസ്സായി, വയ്യാണ്ടായി എന്ന് ഈ അധ്യാപകരെ അല്ല, പ്രേക്ഷകരിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ വിളിക്കുക. നിങ്ങൾ ഇനിമേൽ ഒരു ബ്യൂട്ടീഷ്യൻ്റെ അടുത്തും പോകണ്ട, ഒരു ബ്യൂട്ടി പാർലറിലും പോകണ്ട. യൗവനം നിലനിർത്താൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. യൗവനം നിലനിർത്താൻ. കാരണം ആത്മാവിന്റെ ചൈതന്യം കൂടുമ്പോൾ നമുക്ക് പവർ കൂടുതൽ കിട്ടുമല്ലോ. അന്നേരം ആ വാർദ്ധക്യത്തിലേക്ക് വന്ന വ്യക്തിക്ക് പോലും യൗവനത്തിന്റെ
ഒരു തീഷ്ണത കിട്ടും. കിട്ടും. ടീച്ചറിന്റെ ഈ യൗവനത്തിന്റെ പിന്നിൽ അങ്ങനെ ഒരു പ്രാർത്ഥന തീർച്ചയായിട്ടും ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന ആൾ തന്നെയാണ്. സൂപ്പർ, ഗ്രേറ്റ്. അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പരിശുദ്ധാത്മാവിനെ സ്ത്രീ ആയിട്ട് പലയിടത്തും ചിത്രീകരിച്ചിട്ടുള്ള എന്താ അങ്ങനെ? പരിശുദ്ധാരൂപിയെ സ്ത്രീ ആയിട്ട്, ഒന്നാമത് പരിശുദ്ധാരൂപി സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ പിതാവ് പുത്രൻ, ഇതൊരു ത്രിത്വിക കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഒരു ചേടത്തി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ചിലർ അപ്രകാരം ചിത്രീകരിക്കുക. പക്ഷെ പരിശുദ്ധാരൂപിയെ സ്ത്രീ എന്ന പല സർവനാമങ്ങൾ, പ്രോനൗണുകൾ ബൈബിളിലുണ്ട് എന്നുള്ളത് സത്യ. അവൾ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആത്മാവിനെ വിളിക്കും. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ഗ്രമാറ്റിക്കലാണ്. വ്യാകരണമനുസരിച്ച് ഹീബ്രുവിൽ റൂവഹ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. റൂവഹ് എന്ന ഹീബ്രു പദ ഗ്രാമർ അനുസരിച്ച് ഫെമിനിനാണ്, സ്ത്രീലിംഗമാണ്. മനസ്സിലായോ? പിതാവ് ആബ എന്ന് പറയുന്നത് മാസ്കുലിൻ ജെൻഡറാണ്, പുല്ലിംഗം. പുത്രൻ എന്ന് പറയുന്നതും എന്താണ്? ബേൻ, അതും പുല്ലിംഗമാണ്. അതേസമയം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന റൂവഹ് എന്ന വാക്ക്, അതിൽ നിന്നാണ് സുറിയാനിയിലെ റൂഹ ഉണ്ടായി വരുന്നത്. റൂവഹ് എന്ന ഹീബ്രു പദവും റൂഹ എന്ന സുറിയാനി പദവും ഏത് ലിംഗത്തിൽപ്പെട്ടതാണ്? സ്ത്രീലിംഗം. അതുകൊണ്ടാണ് അത് പരിശുദ്ധാരൂപി പെണ്ണായതുകൊണ്ടല്ല, അത് ഭാഷയിൽ ഗ്രാമർ അനുസരിച്ച്, വ്യാകരണം അനുസരിച്ച്. അത് നമ്മൾ മലയാളികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. മലയാളത്തിൽ കല്ല് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നൊരു ചോദ്യമില്ല. കല്ല് എന്നതാണ്? കല്ല് നപുംസകലിംഗമാണ് അല്ലേ? അതിൻ്റെ സ്ത്രീലിംഗമല്ല പുല്ലിംഗമല്ല. അതുപോലെ മലയാളത്തിന് ആത്മാവ് എന്ന് പറയുന്ന സ്ത്രീയുടെ ആത്മാവാണ് സ്ത്രീലിംഗം, പുരുഷൻ്റെ ആത്മാവാണ് പുല്ലിംഗം. ആത്മാവെന്ന് മാത്രം പറഞ്ഞാൽ എന്താണ്? നപുംസകമാണ്. പക്ഷേ മറ്റ് പല ഭാഷകളിലും ഈ വാക്കുകൾ ഗ്രാമർ അനുസരിച്ച്, വ്യാകരണം അനുസരിച്ച് അതിൻ്റെ ലിംഗഭേദങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ ജർമ്മൻ ഭാഷ അതുപോലെയാണ്. വാസ്തവത്തിൽ ആ രീതിയിൽ ആണ് മനസ്സിലാക്കുന്നത്. ദർ, ദി, ദസ് എന്നൊക്കെ പറഞ്ഞ് ജർമ്മൻ ഭാഷ അറിയാവുന്നവർക്കറിയാം. അത് ഗ്രമാറ്റിക്കൽ ജെൻഡറാണ് അവിടെയുള്ളത്. അതായത് വ്യാകരണം അനുസരിച്ചുള്ള ലിംഗഭേദങ്ങളാണ്. ഹീബ്രു അതുപോലെയാണ്. ആ രീതിയിലാണ് വാസ്തവത്തിൽ ഇവിടെ പരിശുദ്ധാരൂപിയെ സ്ത്രീയായി ചിത്രീകരിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ പരിശുദ്ധാരൂപിയുടെ ലിംഗം ഏതാണ് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാരൂപി ആണുമല്ല പെണ്ണുമല്ല. കാരണം അതിനെല്ലാം ഉപരിയായ, ലിംഗഭേദങ്ങൾക്ക് അതീതമായ, സർവാതിശായിയായ ദൈവത്തിലെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആണാണെന്നും അവകാശപ്പെടേണ്ട, പെണ്ണാണെന്നും അവകാശപ്പെടേണ്ട. ഇത് രണ്ടും കെട്ടതാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിനെല്ലാം ഉപരിയായ സത്യമാണ് പരിശുദ്ധാത്മാവ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. താങ്ക് യു അച്ഛാ. ഇനി ആരാണ് ചോദിക്കുന്നത്? ഈ സ്നാപകൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, എൻ്റെ പിന്നാലെ വരുന്നവൻ അഗ്നി കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തുമെന്ന്. പക്ഷേ ഇപ്പോഴും തിരുസഭയിൽ ജലം കൊണ്ട് തന്നെയാണ് സ്നാനം നൽകുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാമോ? ഈ ചോദ്യം ചോദിച്ചത് ആൽബിനാണ് നമ്മുടെ ചോദ്യം. ആൽബിൻ സാറേ, അത് നമ്മുടെ ആത്മരക്ഷാർത്ഥമെന്നാണ് എൻ്റെ അഭിപ്രായം. അഗ്നിക്കകത്തേക്ക് ഒരു കൊച്ചിനെ പിടിച്ചിട്ടാൽ പിന്നെ അതിനെ തിരിച്ചു കിട്ടാനുള്ള വഴിയില്ല അല്ലേ? അതുകൊണ്ട് ആത്മരക്ഷാർത്ഥം എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മളങ്ങനെ ചെയ്യുന്നത് എന്ന് ന്യായമായി ഊഹിക്കാം. പക്ഷേ ആൽബിൻ സാറ് ചോദിച്ചത് നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുള്ളതാണ്. സ്നാപകൻ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? എൻ്റെ പിന്നാലെ വരുന്നവൻ അഗ്നിയാൽ സ്നാനപ്പെടുത്തും, ഞാനോ വെള്ളം ഒഴിച്ച് സ്നാനപ്പെടുത്തുന്നവനാണ്. പക്ഷെ നമ്മളിപ്പോഴും വെള്ളം ഒഴിക്കുന്ന എന്നാത്തിനാണെന്നാണ് സാറിൻ്റെ ചോദ്യം. അതിന് ഇപ്പോൾ ഉത്തരം പറയുക. അതിൻ്റെ ഉത്തരം ഇതാണ്: അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകം മാത്രം അല്ലേ? ഒരു പ്രതീകമാണ്. ഈ പ്രതീകം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവാണ് നൽകുന്നത് എന്ന് കാണിക്കാനാണ് ഇവിടെ അഗ്നി ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഈശോ ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇത് എഴുതിയ സ്നാപക യോഹന്നാൻ്റെ ഈ വചനം എഴുതിയ അതേ യോഹന്നാൻ ശ്ലീഹ 1-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ ഈശോയുടെ സ്നാനം അവിടെ വിവരിക്കുന്നത് എങ്കിൽ 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ എത്തുമ്പോൾ അതേ സുവിശേഷകൻ ഈശോയുടെ വചനം പറയുന്നുണ്ട്. ഏതാണ്?
ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റിയത്. ജലത്താലും ആത്മാവിനാലും എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ജനനമല്ല ഉദ്ദേശിക്കുന്നത്. ജലം, അതായത് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കാതെ. അതുകൊണ്ട് ജലത്തിൽ സ്നാനപ്പെടുക, അഗ്നിയിൽ സ്നാനപ്പെടുക, ആത്മാവിൽ സ്നാനപ്പെടുക എന്നെല്ലാം പറയുന്നത് ഒരേ അർത്ഥത്തിലുള്ള സത്യമാണ്. കാരണം ജലവും അഗ്നിയും ഒരുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളാണ് എന്നുള്ളതാണ് സത്യം. താങ്ക് യു അച്ഛാ. ഇനി ആരാണ് ചോദിക്കുന്നത്? ജിനേഷ് സാറാണ് ചോദിക്കുന്നത്. സാർ ചോദിക്കൂ. അച്ഛോ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്, അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവ് വരുമ്പോൾ വിഭജിക്കപ്പെട്ടവരെയും വഴിതെറ്റിപ്പോയവരെയും ഒന്നിപ്പിക്കുകയും അവരോടൊത്ത് വസിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ആരാണ് അച്ഛൻ ഈ വിഭജിക്കപ്പെട്ടവരും വഴിതെറ്റിപ്പോയവരും? ആരാണെന്ന് തൊട്ട് കാണിക്കാൻ പറ്റിയല്ല, പക്ഷെ എല്ലാവരും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവമാർഗത്തിൽ നിന്ന് അകന്നു പോയ, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന അവരെയാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുക വിഭജിക്കപ്പെട്ടത്. സഭയിൽ നിന്ന് അകന്നു കഴിയുന്ന ചില വിഘടിത ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ സഭകളിൽ തന്നെ എന്തെല്ലാം ഭിന്നതകളും അസ്വസ്ഥതകളുമാണ്, അല്ലേ? സഭ തന്നെ, അപ്പസ്തോലിക സഭകൾ തന്നെ എത്രയോ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാരൂപി കൂട്ടായ്മയുടെ ആത്മാവായതുകൊണ്ട് ഇപ്രകാരമുള്ള വലിയ ഐക്യം പല രീതിയിൽ നമ്മളിപ്പോൾ ഭിന്നിച്ചായിരിക്കുന്നത്. നമ്മൾ ഭാഷ പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. ഇപ്പം തമിഴ്നാട്ടുകാരനും മലയാളിയും തമ്മിൽ മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ വഴക്കുണ്ടാക്കുന്നതാണ്, അല്ലേ? നമ്മൾ വഴക്കുണ്ടാക്കുന്ന കേട്ടാൽ വിചാരിക്കും തമിഴ്നാട് എന്തോ പാകിസ്ഥാനിലാണ്. ഇനി പാകിസ്ഥാനുമായിട്ട് വഴക്കുണ്ടാക്കാവോ? പാടില്ല. പണ്ട് നമ്മൾ ഒന്നായിരുന്നു, ഒരമ്മയുടെ മക്കളാണ് നമ്മൾ. അതിൻ്റെ അതിർത്തി ഓരോ അലമ്പുകാർ വരച്ചു വെച്ചതാണ്. അതിൻ്റെ പേര് നമ്മൾ അവരെ എന്തിനാ ശത്രുക്കളായിട്ട് കരുതുന്നത്? മതത്തിൻ്റെ പേരിലുള്ള വഴക്ക്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ സ്വത്ത് തർക്കങ്ങൾ. എന്ത് വഴക്കുണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 1000 കാരണം നമുക്കുണ്ട്. സഭയിൽ, സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ, വ്യക്തിയിൽ ഒക്കെ ഈ വിഭജനത്തിൻ്റേതായ ഒരു മാനസിക തലമുണ്ട്. അതിനെയെല്ലാം ഇല്ലാതാക്കി സർവ്വതിനെയും കൂട്ടായ്മയിൽ ഒന്നിപ്പിക്കുന്ന പൗലോസ്ലിയ കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത് പോലെ യേശു ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ് എന്ന് പറഞ്ഞ പരിശുദ്ധാരൂപി ഈശോ മിശിഹായെ സകലർക്കും സംലഭ്യമാക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ആരാണ് ചോദിക്കുന്നത്? കുടിയാമലയിൽ നിന്നുള്ള അഞ്ജു ടീച്ചറാണ്. അഞ്ജു ചോദിക്കൂ. അച്ഛാ, ഒരേ ആത്മാവ് തന്നെയാണ് എല്ലാവരിലുമുള്ളത്. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? കുറച്ച് പേർക്ക് കൂടുതൽ ശക്തി, കുറച്ച് പേർക്ക് കുറവ്, അതാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. ആ ദൈവം ആർക്കും അളന്ന് വ്യത്യസ്തമായി കൊടുക്കുന്നുണ്ടെന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയുന്നില്ല, ഇല്ലേ? ദൈവം, അങ്ങനെയാണ് വചനം പറയുക, ദൈവം അളന്നല്ല ആത്മാവിനെ വേണ്ടത്. ഇപ്പോൾ പരിശുദ്ധാരൂപി അങ്ങനെ ഒരു പാത്രത്തിലോ കിലോ കെട്ടിയല്ലോ തൂക്കിയെടുക്കാൻ പറ്റുന്നതല്ല. നമുക്കറിയാം, കുളത്തിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അല്ലേ? അഞ്ജു ടീച്ചർ ഒരു കൈപ്പാട്ട കൊണ്ട് എന്ന് കോരിക്കൊണ്ട് വന്നാൽ എന്തിനെ കിട്ടും? ഒരു കൈപ്പാട്ട വെള്ളം കിട്ടും. ഒരു ബക്കറ്റ് കോരിക്കൊണ്ട് വന്നാൽ അത്രയും വെള്ളം കിട്ടും. ഒരു കുട്ടകത്തിനകത്ത് കോരിക്കൊണ്ട് വന്നാലോ അത്രയും വെള്ളം കിട്ടും. കുട്ടകം എടുത്താൽ ടീച്ചർ അതിനകത്ത് വീഴുവോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഒരു കുട്ടകം കൊണ്ടാണ് ചെല്ലുന്നതെങ്കിൽ നമുക്ക് അത്രയും വെള്ളം കിട്ടും, ഇല്ലേ? പരിശുദ്ധാരൂപിയെ ഒരു വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നു, എത്രമാത്രം തീഷ്ണതയോടെ ആ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ഒരുങ്ങുന്നു, അതിനാനുപാതികമായിട്ടാണ് പരിശുദ്ധാത്മ നിറവ് ലഭിക്കുക. അരൂപിയുടെ കുഴപ്പമല്ല, അരൂപിയെ സ്വീകരിക്കാനുള്ള നമ്മുടെ ഒരുക്കമില്ലായ്മ, അതിനുവേണ്ടിയുള്ള വിശുദ്ധിയുടെ ജീവിതത്തിൻ്റെ കുറവ്, അതുപോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ കുറവ്, ഇതൊക്കെയാണ് വ്യക്തികളിൽ അരൂപിയുടെ അനുഭവം കൂടുന്നതിൻ്റെ, കുറയുന്നതിൻ്റെ കാരണം. അതോടൊപ്പം തന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം അഞ്ജു പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാൾ മാനസാന്തരപ്പെടുന്നത്, ഇപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലും ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മിൽ ആരാണ് കൂടുതൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ അവിടെ കൂടുതൽ
അനുഭവങ്ങളും ദൈവവചനവും ഈശോയെ കൊടുക്കാനൊക്കെ ഇടപെടാൻ സാധ്യതയുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളത് നമുക്കിവിടെ ചിന്തിക്കാൻ പറ്റുമോ? തീർച്ചയായും. അതായത് അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ തൻ്റെ ദൗത്യത്തിന് വേണ്ടി, സാക്ഷ്യത്തിന് വേണ്ടി ഒരുക്കുന്നതിൻ്റെ വിളി മറ്റൊന്നാണ്. ഇപ്പം ദൈവം എന്തുകൊണ്ടാണ് ചിലരെ ദൈവവിളി കൊടുത്ത് പുരോഹിത ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ ഈ കാര്യത്തിന് സന്യാസത്തിന് വേണ്ടി വിടുന്നത്, ചിലരെ എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിലേക്ക് വിടുന്നത്? അത് ആ വ്യക്തി ഇന്ന മേഖലയിലാണ് സാക്ഷ്യജീവിതം നയിക്കാൻ കൂടുതൽ അനുയോജ്യനായത് എന്ന് പരിശുദ്ധാരൂപി ചിന്തിക്കുന്നു. അത്രയേ ഉള്ളത്. അതിനെയാണ് ഈ ദൈവവിളി എന്ന് പറയുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി ഏത് മേഖലയിലാണ് സാക്ഷ്യത്തിൽ കൂടുതൽ അനുയോജ്യനാകുന്നത്, ആ മേഖലയിൽ പരിശുദ്ധാരൂപി ഏൽപ്പിക്കുന്ന ദൗത്യം നിറവേറ്റാനുള്ള എല്ലാ വരദാനങ്ങളും ദൈവം ആ വിളിയോടൊത്ത് ആ വ്യക്തിക്ക് നൽകുന്നു. എന്നെ ദൈവം വൈദികനാകാൻ വിളിച്ചുവെങ്കിൽ ആ വൈദിക വൃത്തി ഉത്തരവാദിത്വത്തോടെ ചെയ്യാനുള്ള കൃപയും കൂടി പരിശുദ്ധാരൂപി ആ വിളിയിൽ എനിക്ക് തന്നിട്ടുണ്ട്. എന്നോട് എൻ്റെ മെത്രാനച്ചൻ പറഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ പറ്റിയല്ല എന്ന് ഞാൻ പറഞ്ഞ് മാറി നിൽക്കരുത്. കാരണം എന്നാ, എനിക്ക് തന്ന വിളിയിൽ എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യാനുള്ള കൃപയും കൂടി പരിശുദ്ധാരൂപി നൽകിയിട്ടുണ്ട്. അല്ലേ? നിങ്ങൾ കുടുംബജീവിതക്കാരും ചിന്തിക്കേണ്ട, ഈ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല എന്ന് വിചാരിക്കരുത്. അങ്ങനെ പ്രാകരുത്. അല്ല, ഈ കെട്ടിയോനെ കൊണ്ട് കൂടെ ജീവിക്കാൻ പറ്റിയല്ല എന്ന് നിങ്ങളാരുമല്ല, വളരെ വിദൂരദേശത്തുള്ള ഭർത്താക്കന്മാരെ ഉദ്ദേശിച്ച് അവരെ കുറിച്ച് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എന്താ, ആ വ്യക്തിയുമായി നിങ്ങളെ യോജിപ്പിച്ചത് പരിശുദ്ധാരൂപിയാകയാൽ ആ വ്യക്തിയോടൊത്ത് ജീവിക്കാനുള്ള കൃപയും കൂടി ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തിയെയും മനസ്സിലാക്കി കൃപ നൽകുന്നതിൽ പരിശുദ്ധാരൂപി ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് സത്യം. പക്ഷെ നമ്മുടെ ഈ ചർച്ചകൾ അങ്ങ് വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. വളരെ താല്പര്യപൂർവ്വം എല്ലാവരും പങ്കെടുക്കുകയാണ്. സാറുമാരെല്ലാവരും അവരുടെ നിത്യജീവിതവുമായി, പ്രത്യേകിച്ച് അനുദിന ജീവിതത്തിൽ കുട്ടികൾ ചോദിക്കുകയും ഇവരെ കശയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒട്ടേറെ സംശയങ്ങൾ ഇനി ബാക്കി നിൽക്കുകയാണ്. അതെ, ഇത് ഒരു നടക്ക് പോകുന്നു തോന്നുന്നില്ല അല്ലേ? ഓക്കെ, നമുക്ക് വീണ്ടും ഈ ചോദ്യങ്ങൾ, ബാക്കി നിൽക്കുന്ന ചോദ്യങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുകയാണ്. വളരെ താല്പര്യപൂർവ്വം നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ സ്വീകരിക്കും. നിങ്ങളുടെ കണ്ണുകളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം വളരെ താല്പര്യപൂർവ്വമാണ് നിങ്ങളിതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത്. ഈ ചോദ്യങ്ങളുടെ ബാക്കിയായി നിങ്ങളുടെ മനസ്സിലുള്ള മറ്റു സംശയങ്ങൾ കൂടെ കൊണ്ടുവരണം. അടുത്ത എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി എന്നവണ്ണം അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതേ വിഷയം തന്നെ തുടരുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.